ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യം ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 26,042 നിഫ്റ്റി ക്ലോസ് ചെയ്യുമ്പോൾ 99 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 59,011 ക്ലോസ് ചെയ്യുമ്പോൾ 172 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 136 പോയിൻറ്റ്സ് കുറഞ്ഞ് 60,314 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 17,695 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് 9.15 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 85,041 ക്ലോസ് ചെയ്തപ്പോൾ 367 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. DII എഫ് ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 1,772 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII 317 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. വരുന്ന ന്യൂ ഇയർ ആഴ്ചകളിൽ FII തിരിച്ച് ബൈങ്ങിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 26,172 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 26,177 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 26,142 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 26,042 ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. നിഫ്റ്റി ഈ ആഴ്ച 76 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ആകെ ഉണ്ടാക്കിയത്. 0.29% ഗെയിന് ആണ് ഉണ്ടായത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവിന് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,042 നിൽക്കുമ്പോൾ ഈ വർഷം ആകെ 10.14% പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. DIF ആക്ടിവിറ്റി ഈ ആഴ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച ആകെ DII എല്ലാ ദിവസവും ബൈങ്ങിലായിരുന്നു. 12,024 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII ഈ ആഴ്ച. FII എല്ലാ ആഴ്ചയും സെല്ലിലായിരുന്നു. 4,290 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇപ്രാവശ്യം FII നടത്തിയത്. ഈ ആഴ്ചത്തെ മറ്റുള്ള ഇൻഡൈസസ് നിഫ്റ്റി ബാങ്ക്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവയുടെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 0.10% ഫോളോ കണ്ടു. നിഫ്റ്റി മിഡ് ക്യാപ് 0.01% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 1.75% റാലി നടത്തി. സെൻസെക്സ് 0.13% റാലിയാണ് ഈ ആഴ്ച നടത്തിയത്. സെക്ടർ വൈസത്ത് ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി FMCG, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 27,739 ക്ലോസ് ചെയ്തപ്പോൾ 145 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 35,058 ക്ലോസ് ചെയ്തപ്പോൾ 36 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,430 ക്ലോസ് ചെയ്തപ്പോൾ 134 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 18 പോയിൻറ്റ്സ് ഉയർന്ന് 55,132 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,699 ക്ലോസ് ചെയ്തപ്പോൾ 46 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 9564 ക്ലോസ് ചെയ്തപ്പോൾ 23 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 38,572 ക്ലോസ് ചെയ്തപ്പോൾ 402 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 1410 ക്ലോസ് ചെയ്തപ്പോൾ 8 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. എന്നാൽ നിഫ്റ്റി മെറ്റൽ 63 പോയിൻറ്റ്സ് ഉയർച്ചയായിരുന്നു. 10,806 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1.1 കുറഞ്ഞ് 11,958 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 22,684 ക്ലോസ് ചെയ്തപ്പോൾ 72 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 22 പോയിൻറ്റ്സ് കുറഞ്ഞ് 82,87 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 883 ക്ലോസ് ചെയ്യുമ്പോൾ 2 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. ഇന്ന് നിഫ്റ്റി IT എബോവ് 1% ഫോളാണ് കണ്ടത്. സെക്ടർ വൈസ് ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി PSU ബാങ്ക് ആൻഡ് നിഫ്റ്റി റിയാലിറ്റി റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഈ ആഴ്ച 0.30% റാലി നടത്തി. നിഫ്റ്റി എനർജി 0.75% റാലി കണ്ടു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 0.19% റാലി നടത്തി. നിഫ്റ്റി FMCG 0.64% റാലി നടത്തി. നിഫ്റ്റി ഹെൽത്ത് കെയർ 0.08% ഫോളോ കണ്ടു. നിഫ്റ്റി ഇൻഫ്ര 0.08% റാലി നടത്തി. നിഫ്റ്റി IT 0.31% ഫോളോ കണ്ടു. നിഫ്റ്റി മീഡിയ 1.19% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 2.71% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 0.01% ഫോളോ കണ്ടു. നിഫ്റ്റി ഫാർമ 0.29% ഫോളോ കണ്ടു. നിഫ്റ്റി PSU ബാങ്ക് 0.84% ഫോളോ കണ്ടു. നിഫ്റ്റി റിയാലിറ്റി ഈ ആഴ്ച 0.20% ഫോളോ ആണ് നടത്തിയത്. ഈ ആഴ്ച നിഫ്റ്റി മെറ്റലാണ് നല്ലൊരു റാലി കാണാൻ സാധിച്ചത്. 2.71% റാലി നടത്തി. അതുപോലെ നിഫ്റ്റി മീഡിയ 1.19% റാലിയാണ് ഈ ആഴ്ച നടത്തിയത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,106 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,763 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റാൻ 2.12% റാലി നടത്തി.
നെസ്ലെ 1.02% റാലി നടത്തി. ഹിൻഡൽകോ 0.98%, സിപ്ല 0.65%, NTPC 0.48%, ONGC 0.33%, Adani Enterprise 0.32%, JSW Steel 0.28%, Dr. Reddy 0.28% and Ultratech Cement 0.26% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കി ഏഷ്യൻ പെയിൻറ്റ്സ് 1.40% ഫോളോ കണ്ടു. ശ്രീറാം ഫിനാൻസ് 1.38%, ടെക് മഹീന്ദ്ര 1.18%, TCS 1.18%, ബജാജ് ഫിനാൻസ് 1.16%, ബജാജ് ഓട്ടോ 1.15%, ഇറ്റേണൽ 1.09%, സൺ ഫാർമ 1.01%, പവർ ഗ്രിഡ് 0.97% and HDFC ലൈഫ് 0.91% ഫോളാണ് കണ്ടത്. ഇതിൻ്റെ ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ മറ്റുള്ള പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.